സംസ്ഥാനത്ത് വീണ്ടും കള്ളക്കടൽ പ്രതിഭാസം. തിരുവനന്തപുരം മുതലപ്പുഴയിലും അഞ്ചുതെങ്ങിലും തിരമാല ശക്തമായതോടെ വീടുകളിലേക്ക് വെള്ളം കയറിത്തുടങ്ങി. ഇന്നലെ രാത്രി തന്നെ വീടുകളിൽ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ട് തൃശൂരിലെ കൊടുങ്ങല്ലൂർ, കയ്പമംഗലം മേഖലകളിലും തിരമാലകൾ കരയിലേക്ക് അടിച്ചുകയറിയിരുന്നു. മാനസ മനോജ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മാനസ, കൃത്യമായ മുൻകരുതൽ നടപടി സ്വീകരിച്ചതിനെ തുടർന്ന് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇപ്പോൾ ഉണ്ടായിട്ടില്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. എങ്കിൽ പോലും ഈ പ്രതിഭാസത്തിന് ഇപ്പോഴും അയവില്ല എന്നാണോ? തീർച്ചയായും ഈ ഒരു പ്രതിഭാസം ഇപ്പോഴും നിലനിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് അഞ്ചുതെങ്ങ്, താഴമ്പള്ളി മേഖലകളിലാണ്. ഈ പ്രദേശത്തുള്ള ഏകദേശം ഈ മുതലപ്പൊഴി, അഞ്ചുതെങ്ങ്, അതോടൊപ്പം തന്നെ താഴമ്പള്ളി, പൂത്തുറ പ്രദേശങ്ങളിലുള്ള എല്ലാ വീടുകളിലും സമാന സ്ഥിതിയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അധിക വീടുകളിലും വെള്ളം കയറുന്ന ഒരു അവസ്ഥ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകും. കടൽ ഭിത്തികൾ കെട്ടിയ കല്ലുകൾ ഈ തിരമാലകളുടെ ശക്തിയിൽ താഴെ വീണു. അതോടൊപ്പം തന്നെ ഈ തീരദേശത്തുള്ള ഒരു വീടാണ്. വീടിന്റെ പുറകിലായി തെങ്ങ് താഴെ വീഴുന്ന അവസ്ഥ, അതോടൊപ്പം തന്നെ അവർ കെട്ടിയ കോൺക്രീറ്റ് ഒക്കെയും അടരുന്ന ഒരു അവസ്ഥ. ഈ ഒരു സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇന്നലെ രാത്രി മുതലാണ് ഇത്തരത്തിൽ ഒരു കടലാക്രമണം ഉണ്ടായിരിക്കുന്നത്. രാത്രി കുറച്ചു നേരം ശക്തമായിരുന്നു, എന്നാൽ കുറച്ചു ശക്തി കുറഞ്ഞ ഒരു സാഹചര്യമായിരുന്നു. രാവിലെ ഒരു 7 മണിക്ക് ശേഷം വീണ്ടും കടലാക്രമണം ശക്തമായ രീതിയിൽ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് നിലനിന്നിരുന്നത്. നമ്മളോട് ഈ വീട്ടിലെ ഗൃഹനാഥൻ തന്നെ ചേരുന്നുണ്ട്. ചേട്ടാ, ഇന്നലെ രാത്രിയുള്ള ആ ഒരു കടലാക്രമണം ഇന്ന് ഇപ്പോൾ വരെ നിലനിൽക്കുകയാണ്. ഇപ്പോഴാണ് കൂടുതൽ വരുന്നത്. രാവിലെ 7 മണിക്ക് ശേഷമാണ് ഏറ്റവും കൂടുതലായത്. അതുവരെ ഇത്തിരി കുറവുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് രാവിലെയാണ് ഇതെല്ലാം പൊട്ടുകയും എല്ലാം ചെയ്തത്. എല്ലാം ബാത്റൂം എല്ലാം പൊട്ടിയതും ടെറസിന്റെ മേളിൽ അടിച്ചു കയറ്റുന്നതും എല്ലാം ഇപ്പോഴാണ് സംഭവിച്ചത്. തെങ്ങൊടിഞ്ഞ് വീഴാണ് ഇപ്പോൾ ഡേഞ്ചർ സ്ഥലമാണ് വീട്ടിന് സെപ്റ്റിക്ക് വേണ്ടി. പക്ഷെ ഇത് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അറിയത്തില്ല. നമ്മളെ ഈ ഏരിയയിലുള്ള എല്ലാ വീടുകളിലും ഇതേ അവസ്ഥ തന്നെയാണല്ലോ ഉള്ളത്. അങ്ങനെ ആവാനാണ് സാധ്യത. മോളെ ഞാൻ അങ്ങോട്ട് വയ്യാത്തതുകൊണ്ട് അങ്ങോട്ട് പോകാറില്ല. അങ്ങനെയായിരിക്കും തെക്ക് ഭാഗത്തൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കഴിഞ്ഞ മാസം ഇത്തരത്തിലൊരു പ്രതിഭാസം ഉണ്ടായപ്പോഴും കുറേ നഷ്ടങ്ങൾ എനിക്ക് സംഭവിച്ചു. അന്നേരം പിന്നെ ഞാൻ എല്ലാം മേക്കപ്പ് ചെയ്ത് വിട്ടു, റെഡിയാക്കി ആളെ വെച്ച് എല്ലാം ശരിയാക്കിയായിരുന്നു. അത് വീണ്ടും ഇപ്പോൾ പോയി. ഇനിയിപ്പോൾ അതിൽ കൂടുതൽ പൈസ ഇലാക്കേണ്ടി വരും. രാത്രി എങ്ങനെയായിരുന്നു? കടലാക്രമണം ഉണ്ടായിരുന്നു, ഇവിടെ തന്നെ നിലനിൽക്കുമായിരുന്നോ ചെയ്തു? നമ്മളിവിടെ തന്നെ ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് പുറത്ത് പോയി നമ്മൾ പുറത്തിറങ്ങി നിൽക്കുമായിരുന്നു. വീടിൻ്റെ അകത്ത് അടിയന്തര സാഹചര്യം വന്നാൽ മാറി താമസിക്കണം എന്ന് അധികൃതർ പറഞ്ഞിരുന്നു. പറഞ്ഞെന്ന് പറയുന്നത് നമ്മൾ. പക്ഷെ നമ്മൾ ഇവിടെ വന്ന് ആരും അലമൻസ് ചെയ്തത് കേട്ടില്ല. പോലീസുകാരുണ്ട് അവിടെ ഞങ്ങളുടെ അലമൻസ് ചെയ്തെന്ന് പറയുന്നു. അത്രേ ഉള്ളൂ. വീണ്ടും ഇത് ശക്തമാവുകയാണെങ്കിൽ മാറി താമസിക്കില്ലേ? മാറി താമസിക്കാൻ എവിടേക്കാ പോകാൻ മോളെ? നമുക്ക് അതിനുള്ള സ്ഥലമില്ലല്ലോ, വീടില്ലല്ലോ. പിന്നെ അവരെവിടെങ്കിലും കൊണ്ട് കളഞ്ഞാൽ നമ്മൾ ഇതൊക്കെ കളഞ്ഞിട്ട് എങ്ങനെ പോകും മോളെ? അതാണ് ബുദ്ധിമുട്ട്. നമുക്ക് ജോലിക്കുള്ള സാഹചര്യങ്ങൾക്ക് ഉണ്ടാവണമല്ലോ. അതിനുള്ള സാഹചര്യം ഇപ്പം ഇല്ല. എന്നാലും ഇതുള്ള ജോലിക്ക് വേണ്ട നമുക്ക് ജീവിക്കാൻ പറ്റുകയല്ലോ. വീടിന്റെ അകത്തിപ്പോൾ വെള്ളം കയറി. ഇവിടെ രണ്ട് മുറി കയറി കണ്ടല്ലേ മോളെ? 2 മുറിയിലോട്ട് അടിച്ച് കയറ്റിയത്. അത് പിന്നെ എപ്പോഴും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കും. ഇത്തിരി കുറയുമ്പോഴും വീണ്ടും നമ്മൾ ക്ലീൻ ചെയ്യും. അല്ല വേറൊന്നും ചെയ്യാൻ പറ്റുകയല്ല. സൂചിപ്പിച്ചതുപോലെ ഇത് തന്നെയാണ് മിക്ക വീടുകളിലെയും അവസ്ഥ. ഇവിടെ തന്നെ ഈ താഴമ്പള്ളി ഭാഗത്ത് തന്നെ ഒരു 5ഓളം വീടുകളിൽ ഉള്ള ആളുകളെ മാറ്റി താമസിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോയത്. അതോടൊപ്പം തന്നെ മുതലപ്പൊഴി, അഞ്ചുതെങ്ങ് ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ വെള്ളം കയറുന്ന വീടുകളിലുള്ളവരെ മാറി താമസിപ്പിക്കുകയാണ്. ഒപ്പം അടിയന്തര സാഹചര്യം വന്നാൽ പെട്ടെന്ന് തന്നെ നടപടി കൈക്കൊള്ളണമെന്ന ജില്ലാ മേധാവികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാവിലെ 7 മണിക്ക് ശേഷമായിരുന്നു ഇത്തരത്തിൽ കടലാക്രമണം ഉണ്ടായിരുന്നത്. വലിയ ശക്തമായ രീതിയിൽ തന്നെയാണ് ഒരു കടൽ ഭിത്തി കെട്ടിയ കല്ല് വരെ മറിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് അത്രയും ശക്തമായ കടലാക്രമണം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ ഭീതിയിൽ തന്നെയാണ് തീരദേശവാസികൾ ഉള്ളതെങ്കിൽ കൂടിയും നിലവിൽ ഓറഞ്ച് അലേർട്ടാണ് തുടരുന്നത്. ഇന്ന് രാത്രി 11:30 വരെയാണ് നിലവിലുള്ള മുന്നറിയിപ്പ് പ്രകാരം കള്ളക്കടൽ പ്രതിഭാസം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രത പുലർത്തിക്കൊണ്ട് തന്നെയാണ് തീരദേശവാസികൾ എല്ലാവരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇത്തരത്തിൽ അടിയന്തര സാഹചര്യം വന്നാൽ മാറി താമസിക്കേണ്ട സാഹചര്യങ്ങളും ചിലയിടങ്ങളിൽ സജ്ജമായിട്ടുണ്ട്. കുറച്ചകലെയും അതോടൊപ്പം തന്നെ തെക്ക് ഭാഗങ്ങളിലായി മാറുന്ന സ്ഥിതിയിലേക്കാണ് പോകുന്നത് എന്നാണ് നാട്ടുകാർ നേരത്തെ പ്രതികരിച്ചത്. ഏതായാലും ഇന്ന് രാത്രി 11:30 വരെയാണ് കേരള തീരദേശത്ത് ഈ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്നത്. ശരി, മാനസ മനോജാണ് വിവരങ്ങൾ നൽകിയത്. കള്ളക്കടൽ പ്രതിഭാസത്തെ തുടർന്ന് രൂക്ഷമായ കടലാക്രമണം വിവിധ മേഖലകളിൽ ഇപ്പോഴും തുടരുകയാണ്.